തമിഴ്നാടിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാരുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ പുതിയ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രിമാരെയും അതിവേഗം നേരിൽ കാണാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തീരുമാനിച്ചതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനായി ഈ മാസം അവസാനം വിജയ് രാജ്യതലസ്ഥാനത്തെത്തുമെന്നാണ് വിവരം. പ്രധാനമന്ത്രിയടക്കം നേരിൽ കണ്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിനായുള്ള കേന്ദ്ര സഹായം അഭ്യർത്ഥിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, ഇന്ധനവില വർധനവ് തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ വിജയ് വിമർശിച്ചിരുന്നു. ഇക്കാര്യങ്ങളും മോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മുന്നിൽ വിജയ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണ് കേന്ദ്രം പെട്രോൾ വില വർദ്ധിപ്പിച്ചതെന്ന് വിജയ് വിമർശിച്ചിരുന്നു. ഇന്ധനവില വർധനവ് അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ വിജയ് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ ഭരണത്തിലേറിയ ശേഷം വിജയ് കേന്ദ്രത്തിനെതിരെ നടത്തിയ ആദ്യ വിമർശനമായിരുന്നു അത്. ഇതിനുശേഷമാണ് ഇപ്പോൾ വിജയ് പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് തിരിക്കുന്നത്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിനിടെയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപയാണ് കൂട്ടിയത്. ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ മറ്റ് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. വിലവർധനയ്ക്കെതിരെ രംഗത്തെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. തെറ്റ് മോദി സർക്കാരിന്റേതാണ്, അതിന്റെ വില നൽകേണ്ടി വരുന്നത് ജനങ്ങളാണ്. 3 രൂപയുടെ ആഘാതം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞു, ബാക്കി തുക ഗഡുക്കളായി വസൂലാക്കുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രംഗത്തെത്തിയിരുന്നു. അന്താരാഷ്ട്ര തലത്തിലെ ഇന്ധന പ്രതിസന്ധിയോടൊപ്പം തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം മോദി സർക്കാരിന്റെ നേതൃത്വപരമായ പാളിച്ചയും ദീർഘവീക്ഷണമില്ലായ്മയും കരകവിഞ്ഞൊഴുകുന്ന ഭരണപരമായ കഴിവുകേടുമാണെന്ന് രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഡിയറൻസ് അലവൻസിൽ 2% വർധനവ് പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ഇത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ശമ്പള വർധനവിന് വഴിയൊരുക്കും. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ തീരുമാനം. പുതിയ വർധനവ് സംസ്ഥാന ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെങ്കിലും ജീവനക്കാരുടെ വേതനത്തിൽ ഇത് കാര്യമായി ഗുണം ചെയ്യുമെന്നും 2026 ജനുവരി 1 മുതൽ ഇത് 60% ഉയർത്തുമെന്നും വിജയ് അറിയിച്ചു. ഏകദേശം 16 ലക്ഷം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഈ വർധനവിന്റെ പ്രയോജനം ലഭിക്കും. ഇത് സർക്കാരിന് അധിക ചെലവുണ്ടാക്കിയേക്കും. എന്നിരുന്നാലും സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർ എന്നിവരുടെ ക്ഷേമത്തിന് ആവശ്യമായ അധിക ഫണ്ട് സർക്കാർ അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തമിഴ്നാട്ടിലെ പുതിയ TVK സർക്കാരിന്റെ ആദ്യ ഔദ്യോഗിക വകുപ്പ് വിഭജനത്തിൽ ആഭ്യന്തരം, പോലീസ്, പൊതുഭരണം, വനിതാ ക്ഷേമം, യുവജനക്ഷേമം, നഗരസഭാ ഭരണം എന്നിവയുൾപ്പെടെയുള്ള രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് തന്റെ കൈകളിൽ തന്നെ നിലനിർത്തി. എന്നാൽ ധനകാര്യ വകുപ്പ് മുൻ AIDAMK മുതിർന്ന നേതാവ് K സെങ്കോട്ടയ്യന് കൈമാറി. മെയ് 16 ലോക് ഭവൻ വാർത്താക്കുറിപ്പ് പ്രകാരം മെയ് 10 തന്നോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിസഭയ്ക്കായി വിജയ് ശുപാർശ ചെയ്ത വകുപ്പ് വിഭജനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകാരം നൽകി. പൊതുഭരണം, IAS, IPS, IFS, ജില്ലാ റവന്യൂ ഓഫീസർമാർ, പോലീസ്, ആഭ്യന്തരം, പ്രത്യേക പദ്ധതി നടപ്പാക്കൽ, സ്ത്രീക്ഷേമം, യുവജനക്ഷേമം, കുട്ടികളുടെയും മുതിർന്നവരുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം, നഗരസഭാര്യം, നഗരജല വിതരണം എന്നിവ വിജയ് കൈകാര്യം ചെയ്യും. വിജയുടെ ഫാൻസ് ക്ലബ് ശൃംഖലയെ ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനമാക്കി മാറ്റാൻ സഹായിച്ച ദീർഘകാല സംഘാടകനായ N ബുസി ആനന്ദിനെ ഗ്രാമവികസന ജലവിഭവ വകുപ്പ് മന്ത്രിയായി നിയമിച്ചു. ഗ്രാമവികസനം, പഞ്ചായത്തുകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗ്രാമീണ കടബാധ്യത, ജലസേചനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നത്. മുൻ IRS ഉദ്യോഗസ്ഥനും TVKയുടെ ഏറ്റവും പ്രമുഖനായ സാങ്കേതിക വിദഗ്ധനുമായ ഡോക്ടർ KG അരുൺരാജ് ആരോഗ്യം, മെഡിക്കൽ, വിദ്യാഭ്യാസം, കുടുംബക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. പുതിയ സർക്കാരിൽ ദീർഘകാല നിയമസഭാ ഭരണ പരിചയമുള്ള ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളായ സെങ്കോട്ടയ്യന് ധനം, പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നീ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. ഭൂരിഭാഗവും ആദ്യ തലമുറ TVK മുഖങ്ങൾ നിറഞ്ഞ ഒരു മന്ത്രിസഭയിൽ ഇത് വളരെ നിർണായകമായ ഒരു ചുമതലയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.